ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 6th ചാപ്റ്റർ ലൈൻസ് ആൻഡ് ആംഗിൾസ് ഈ ചാപ്റ്ററിലെ എക്സസൈസ് 6.1ലെ 5th ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആണ് ഇൻ ഫിഗർ 6.17. ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 6.17. POQ is a line. POQ is a line. Ray OR is perpendicular to line PQ. Ray OR ഇതാണ് OR is perpendicular to line PQ. OS is another ray lying between rays OP and OR. OPക്കും ORനും ഇടയിൽ OS എന്നൊരു ലൈൻ കിടക്കുന്നുണ്ട്. Prove that angle ROS equal to 1/2 into angle QOS minus angle POS. ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് given തന്നിട്ടുള്ള കാര്യം റേ OR പെർപെൻഡിക്കുലർ ടു PQ എന്ന് തന്നിട്ടുണ്ട്. OR പെർപെൻഡിക്കുലർ ടു PQ, അതായത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പം ഇതിൽ നിന്നും ആംഗിൾ POR ഫിഗറിൽ നോക്കുക, POR ആംഗിൾ POR ഈക്വൽ ടു ആംഗിൾ POR ഈക്വൽ ടു ആംഗിൾ QOR. ഈ രണ്ട് ആംഗിൾ PORഉം ആംഗിൾ QOR ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. ഇനി ആംഗിൾ ROS, ഈ ആംഗിൾ ROS ഈക്വൽ ടു QOS, ഈ വലിയ ആംഗിൾ QOS മൈനസ് ആംഗിൾ QOR. ആംഗിൾ QOR, QOS ഈ വലിയ ആംഗിളിൽ നിന്നും QOR ഈ ആംഗിൾ കുറയ്ക്കുന്നതാണ്. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. വീണ്ടും ആംഗിൾ ROS തന്നെ ഈക്വൽ ടു ആംഗിൾ POR. ഈ ആംഗിൾ നോക്കുക, ഈ POR ഈ ആംഗിളിൽ നിന്നും ഈ ആംഗിൾ കുറയ്ക്കുന്നതായിരിക്കും. മൈനസ് ആംഗിൾ POS. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. ഇനി ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് 2ROS എന്ന് കിട്ടും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ROS ഈക്വൽ ടു 1/2 എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ 1 + 2 അത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ആംഗിൾ ROS, 2 ഇൻറ്റു ആംഗിൾ ROS, അതായത് ROS പ്ലസ് ROS ഈക്വൽ ടു ആംഗിൾ QOS മൈനസ് ആംഗിൾ QOR പ്ലസ് ആംഗിൾ POR പ്ലസ് POR മൈനസ് ആംഗിൾ POS. 1, 2 ഇക്വേഷൻ തന്നെ എടുത്തെഴുതിയിട്ടേ ഉള്ളൂ, വേറെ മാറ്റങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അത് ഈക്വൽ ടു ഇതിനൊന്ന് ചെറുതായിട്ട് മാറ്റി എഴുതും. കാരണം ഇവിടെ നമുക്ക് PORഉം QORഉം ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. PORഉം QORഉം ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ QOR പ്ലസ് POR മൈനസ് QOR പ്ലസ് POR ഇത് രണ്ടും ഈക്വൽ ആവുമ്പോൾ ഈക്വൽ ആയ രണ്ട്, ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആണ്. അപ്പോൾ അത് ക്യാൻസൽ ആയിപ്പോകും. അപ്പോൾ 2 ആംഗിൾ ROS ഈക്വൽ ടു ആംഗിൾ QOS മൈനസ് ആംഗിൾ POS എന്ന് കിട്ടും. അതായത് therefore ആംഗിൾ ROS ഈക്വൽ ടു 2 ROS ആണ് ഈ ആംഗിൾ QOS മൈനസ് ആംഗിൾ POS എന്ന് കിട്ടുന്നത്. അപ്പോൾ 1/2 ഇൻറ്റു ആംഗിൾ QOS മൈനസ് ആംഗിൾ POS എന്ന് കിട്ടും. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ ROS ഈക്വൽ ടു 1/2 ഇൻറ്റു ആംഗിൾ QOS മൈനസ് ആംഗിൾ POS. അപ്പോൾ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലെ 6th ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് angle XYZ equal to 64 degree and XY is produced to point P. Draw a figure from the given information. ഇവിടെ പടം തന്നിട്ടില്ല, ഫിഗർ നമ്മൾ വരയ്ക്കണം. If ray YQ bisects angle ZYP, find angle XYQ and reflects angle QYP. നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഫിഗർ വരയ്ക്കാം. ഇവിടെ ഇപ്പം ഫിഗർ വരച്ചിട്ടുണ്ട്.
എക്സ് എന്നൊരു ലൈൻ പി വൈ എക്സ്. ആംഗിൾ എക്സ് വൈ സെഡ് 64 ഡിഗ്രി. എക്സ് വൈ സെഡ് 64 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എക്സ് വൈ ഈസ് പ്രൊഡ്യൂസ്ഡ് ടു പോയിന്റ് പി. ഇതാണ് എക്സ് വൈ. അത് ആദ്യം തന്നെ വരച്ചു വെച്ചിട്ടുണ്ട്. പ്രൊഡ്യൂസ്ഡ് ടു പോയിന്റ് പി. അപ്പോൾ ഫിഗർ വരച്ചു. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇഫ് റേ എക്സ് ക്യൂ ബൈസെക്ട്സ് സെഡ് വൈ ആംഗിൾ സെഡ് വൈ പി. റേ വൈ ക്യൂ ബൈസെക്ട് സെഡ് വൈ പി. അപ്പോൾ വൈ ക്യൂ ഇതാണ്, ഇത് സെഡ് വൈ പി എന്ന ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടും. ഇനി തന്നിട്ടുള്ള ആംഗിളുകൾ കണ്ടുപിടിക്കാം. ചെയ്ത് നോക്കാം. അപ്പോൾ തന്നിട്ടുള്ള കാര്യം എടുത്തെഴുതാം. ഗിവൺ ആംഗിൾ എക്സ് വൈ സെഡ് ഈക്വൽ ടു 64 ഡിഗ്രി. വൈ ക്യൂ ബൈസെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എടുത്തെഴുതുന്നില്ല. ഇനി ഈ സെഡ് വൈ പി ആംഗിൾ സെഡ് വൈ പി പേരിൽ നോക്കുക. ഈ മുഴുവൻ ആംഗിൾ സെഡ് വൈ പി പ്ലസ് ആംഗിൾ എക്സ് വൈ സെഡ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. കാരണം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ ആംഗിളും ഇത് എടുത്താൽ അത് ലീനിയർ പെയറാണ്. അപ്പോൾ അതിന്റെ റീസൺ ലീനിയർ പെയർ എന്ന് എഴുതാം. ഇനി നമുക്ക് സെഡ് എക്സ് വൈ സെഡ് 64 ഡിഗ്രി എന്ന് അറിയാം. അപ്പോൾ ആംഗിൾ സെഡ് വൈ പി പ്ലസ് 64 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. Therefore, angle ZYP equal to 180 minus 64 degree equal to 116 degree എന്ന് നമുക്ക് കിട്ടി. ZYP യുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ആംഗിൾ QYZ ഈ ആംഗിൾ കാണാം. ആംഗിൾ QYZ ഈക്വൽ ടു ഇത് വൈ ക്യൂ ഇതിനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെഡ് വൈ പിയുടെ പകുതിയായിരിക്കും. അപ്പോൾ 1/2 ഇൻറ്റു 116 ഡിഗ്രി ഈക്വൽ ടു നമുക്ക് 58 ഡിഗ്രി എന്ന് കിട്ടും. സെഡ് വൈ പി കാണാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 58 ഡിഗ്രി കിട്ടി. ഇനി എക്സ് വൈ ക്യൂ ആംഗിൾ എക്സ് വൈ ക്യൂ ഈക്വൽ ടു എക്സ് വൈ ക്യൂ എന്നുള്ളത് ഈ ആംഗിളും കൂടെ കൂട്ടുന്നതാണ്. എക്സ് വൈ ക്യൂ ഈ വലിയ ആംഗിൾ, അത് ഈ രണ്ട് ആംഗിൾ കൂട്ടുന്നതാണ് നമുക്കറിയാം. അപ്പോൾ ആംഗിൾ എക്സ് വൈ ക്യൂ ഈക്വൽ ടു ആംഗിൾ ക്യൂ വൈ സെഡ് പ്ലസ് ആംഗിൾ എക്സ് വൈ സെഡ് ആണ്. ഈക്വൽ ടു അത് 58 പ്ലസ് 64 ആണ് നമുക്കറിയാം. 58 പ്ലസ് 64 ഈക്വൽ ടു അത് 122 ഡിഗ്രിയാണ്. 122 ഡിഗ്രി അതും കിട്ടി. ഇനി ക്യൂ വൈ പി ആംഗിൾ ക്യൂ വൈ പി ഈക്വൽ ടു 180 മൈനസ് 122 ഈക്വൽ ടു 58 ഡിഗ്രി. ഇതിങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വൈ ക്യൂ സെഡ് കിട്ടിയിട്ടുണ്ട്. ഈ വൈ ക്യൂ സെഡും ഈ ക്യൂ വൈ പിയും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ബൈസെക്ടർ ആണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ ഇത് 58 ഡിഗ്രി നമുക്ക് എഴുതാം. ഇല്ലെങ്കിൽ ഈ ക്യൂ വൈ എക്സ് കുറച്ചിട്ട് എഴുതാം. ഏത് വഴിക്ക് വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടി. ഇനി റിഫ്ലക്സ് ആംഗിൾ വേണം. റിഫ്ലക്സ് ഓഫ് ക്യൂ വൈ പി. അപ്പോൾ ആദ്യം ക്യൂ വൈ പി കണ്ടുപിടിക്കാം. ക്യൂ വൈ പി എന്നുള്ളത് ഈ ആംഗിൾ ആണ്. അപ്പൊ ഇതിന്റെ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുന്നത് ഈ മൊത്തം ആംഗിൾ ആയിരിക്കും. അപ്പോൾ 360 കുറച്ചാൽ മതി. അപ്പോൾ റിഫ്ലക്സ് ആംഗിൾ ക്യൂ വൈ പി ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് ഈ 58 ഡിഗ്രി ഈക്വൽ ടു 302 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. അപ്പൊ ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ ഒക്കെ ഞാൻ എടുത്തെഴുതുന്നു. ആദ്യം പറഞ്ഞു ഫൈൻഡ് എക്സ് വൈ ക്യൂ വേണം. ആംഗിൾ എക്സ് വൈ ക്യൂ ഈക്വൽ ടു എക്സ് വൈ ക്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എക്സ് വൈ ഈക്വൽ ടു 122 ഡിഗ്രിയാണ്. 122 ഡിഗ്രി. അതുപോലെ റിഫ്ലക്സ് ക്യൂ വൈ പി, റിഫ്ലക്സ് ആംഗിൾ ക്യൂ വൈ പി ഈക്വൽ ടു 302 ഡിഗ്രി. ഇതും കണ്ടുപിടിച്ചു.